പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വാഗ്ദാനം നൽകി ഒരു പണം തിരികെ നൽകാത്ത ഇപ്പോൾ ആളുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇന്നിപ്പോൾ എടപ്പള്ളിയിലുള്ള സയൻസ് സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. അവർ അവരുടെ പണം തിരികെ വേണമെന്ന ആവശ്യവുമായി മുൻപും വന്നിരുന്നു. പക്ഷേ ആ പണം തിരികെ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പണത്തിന്റെ പകരം നൽകിയ ചെക്കാണെങ്കിൽ ആ ചെക്കും ബാങ്കിൽ കൊണ്ടുപോയി ബൗൺസ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എത്ര രൂപയാണ് കിട്ടാനുള്ളത്? എനിക്ക് 63,500 രൂപ കിട്ടാനുണ്ട്. ഈ 63,500 രൂപയ്ക്ക് ഞാൻ ഒരു 7 പ്രാവശ്യം ഇവിടെ വരുന്നു. അവർ പല ഒഴിവുകളും പല ഡേറ്റുകളും പറഞ്ഞ് ആദ്യം ഒരു തുണ്ട് തന്നു. തുണ്ടില് ഒപ്പിട്ട് സീല് വെച്ച് അവർ തന്നു. ഇത്ര രീതിക്കുള്ളിൽ പൈസ വരുന്നു പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പൈസ വരാണ്ടായപ്പോൾ വീണ്ടും വന്നപ്പോൾ പറയുന്നു ഇവിടെ ആളില്ല, പൈസ ഇല്ല, പൈസ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ പല ഗഡുകളായിട്ട് തരാമെന്നാണ് ഇപ്പൊ രാധാകൃഷ്ണനെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് സ്വീകാര്യമല്ല, ഇത് പല പ്രാവശ്യമായിട്ട് ഞങ്ങളെല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. 59,500 സ്കൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ വർഷം മാർച്ച് 3-ാം തീയതിയാണ് കൊടുത്തത്. ചെക്ക് നൽകിയത്? ചെക്ക് എനിക്ക് കിട്ടിയത് 18-ാം തീയതിയിലേക്ക് കഴിഞ്ഞ മാസം. അത് അപ്പൊ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബൗൺസ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവരെനിക്ക് ഗഡുക്കളായിട്ട് തരാമെന്നാ പറഞ്ഞു. അപ്പൊ ഈ മാസം 10-ാം തീയതി 20,000 രൂപ വെച്ചിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടതുമില്ല. ഞാൻ വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തതുമില്ല. സുനിൽകുമാറിനെയൊക്കെ എത്രയോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ. അവര് ഫോൺ വിളിച്ചെടുക്കില്ല. പിന്നെ വിളിക്കാണ്ടാവുമ്പോഴാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോ അവര് ഓരോ ഡേറ്റ് പറയും. ആ ഡേറ്റിന് ചെക്ക് ഓരോരുത്തർക്ക് കൊടുക്കും. അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് തിരിച്ചു വരും. പിന്നെ നമ്മൾ ഇവിടെ വരണം. എന്ത് ചെയ്യും? ഇന്ന് ചെക്ക് 10-ാം തീയതി ചെക്ക് തരാൻ വന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നാ വന്നത്. ഇന്ന് വന്നപ്പോഴത്തേക്കും ചെക്ക് വന്നത് അടുത്ത വർഷത്തേക്കാ ചെക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും ഡേറ്റ് ഇട്ട് തരുന്ന എന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിനുള്ളിൽ ക്യാഷ് തരാം, അപ്പൊ നിങ്ങൾക്ക് നീട്ടിയിട്ട് തന്നേളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അത് പറ്റിയല്ല, ഒരു 3 മാസത്തിനുള്ളിലെങ്കിലും പൈസ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഇവിടെ തിങ്ങി നിൽക്കുകയാണ്. ഇവർക്ക് ഒരു പരിഹാരം വേണം. ഇതിൽ പോലീസിന്റെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കാതെ ഇവർ ഇവിടെ നിന്നും മാറില്ല എന്നാണ് പറയുന്നത്. എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഗഡുക്കളായി പൈസ എത്രയും വേഗം നൽകാമെന്നൊരു ഉറപ്പാണ് ഇവിടെ തിങ്ങിക്കൂടിയിട്ടുള്ള ആളുകൾക്ക് എൻ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും നൽകുന്നത്. ശരത്തമ്പാട്ടുകാരനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.